ഫസ്റ്റ് വൺ വരുന്നത് ഇതൊരു പ്രീമിയം കളക്ഷനിൽപ്പെട്ട ഐറ്റം ആട്ടോ. ഓർഗൻസയുടെ തന്നെ കൂടിയ ഫാബ്രിക് ആണ്. അപ്പോൾ ഇതിന്റെ ദുപ്പട്ടയുടെ ഡിസൈൻ ഒക്കെ കാണാൻ നല്ല രസമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആപ്ലിക് പാറ്റേണിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ള മോഡൽ. ദുപ്പട്ടയുടെ ബോർഡർ ഒക്കെ നല്ല രസമാട്ടോ. നല്ല ഭംഗിയുള്ളൊരു ലീഫിന്റെ പാറ്റേൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഓർഗൻസ നോർമൽ ഓർഗൻസയെക്കാളും കൂടിയതാണ്. ഞാൻ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നില്ല. നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന സൈസ് ഓർഗൻസ മെറ്റീരിയൽ ആണ്. ഫ്രണ്ട് പോർഷനിലെ വർക്ക് അടുപ്പിച്ച് കാണിക്കാവേ. നല്ല ഭംഗിയാട്ടോ ഈ ഓർഗൻസ. ഈ ഒരു മോഡൽ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നിക്കും. നമുക്കൊരു 2000 റേഞ്ചൊക്കെ എന്തായാലും പറയുന്ന ടൈപ്പ് ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കളറ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ലാവണ്ടറിൻ്റെ തന്നെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ടോണാണ്. അതിൻ്റെ കോമ്പിനേഷനിൽ നമുക്കത് ഇച്ചിരി തെളിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് പീച്ച് കോമ്പിനേഷനിലാണ് ആ ഒരു ആപ്ലിക് ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഈ ആപ്ലിക്കിൻ്റെ ഒക്കെ ഫിനിഷിംഗ് നിങ്ങൾക്ക് അടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. കാരണം ആ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ തിക്കായിട്ട് എടുത്ത് നിൽക്കാത്ത രീതിയിൽ നല്ല ഫിനിഷിംഗ് ആണ് ആപ്ലിക് വർക്ക് പോയേക്കുന്നത്. ദുപ്പട്ടയിലും സെയിം തന്നെ വർക്കാട്ടോ. അപ്പോൾ അത്രയും ഒരു ഫിനിഷിങ്ങിലൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അതിന് ആ ഒരു അത്യാവശ്യം റേഞ്ച് വരുന്നത്. എന്നാലും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ചിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് വെച്ചിട്ട് വലിയ റേറ്റിന് പറയാനുമില്ല. ബോട്ടം സെയിം കളർ തന്നെയാട്ടോ. ദുപ്പട്ടയ്ക്കകത്ത് ഈ ഒരു താഴത്തെ ബോർഡർ 2 ബോർഡറിലും ഫുൾ ആ ഒരു സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് ബോർഡേഴ്സ് കംപ്ലീറ്റ് പീച്ചിൻ്റെ കോമ്പിനേഷനിലാണ് വർക്ക് കൊടുത്തേക്കുന്നത്. ബോട്ടം ഞാൻ പറഞ്ഞില്ലേ സെയിം കളർ സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ നമ്പർ വരുന്നത് U488, റേറ്റ് 1690 1690. അത് നല്ല ഡാർക്ക് പേസ്റ്റൽ ഗ്രീൻ്റെ ഷെയ്ഡാട്ടോ. ഇതിൻ്റെ അകത്ത് ആ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ബ്രൗൺ ഷെയ്ഡിലാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ദുപ്പട്ട നല്ല ഗ്രാൻഡ് ലുക്കാട്ടോ. ഈ ഒരു വർക്കിൻ്റെയൊക്കെ ഫിനിഷിങ് നിങ്ങൾ അടുത്ത് നോക്കിയാൽ മതി. ഇങ്ങനത്തെ ഈ ആപ്ലിക്ക് തന്നെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ റേറ്റ് എന്താണെന്നുള്ളത്. കാരണം ആ ഒരു വർക്ക് ഫിനിഷിങ് അത്രയിലാണ് ചെയ്തേക്കുന്നത്. നോർമൽ വരുന്ന സൈസിൻ്റെ വർക്ക് വരുന്നത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. സാധാരണ വരുന്ന ഇങ്ങനെ ഇപ്പം കോമൺ ആയിട്ട് കാണുന്ന ഒരു വർക്കുകളെക്കാളും കുറച്ച് ഡിഫറെൻറ്റ് ലുക്കിൽ ഇടണമെന്ന് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എന്തായാലും ഇത് സെലക്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ട ആ 2 സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് സെയിം വർക്ക് യോക്ക് പോർഷനിലും വരും. ബോട്ടം സെയിം കളർ. ഇതിൻ്റെ കളർ ഒരു ഗ്രീൻ ആട്ടോ. നമ്മുടെ ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു പേസ്റ്റൽ ടൈപ്പ് ഗ്രീൻ ഷെയ്ഡ്. നമ്പർ U489, റേറ്റ് സെയിം തന്നെ 1690. നമുക്ക് അടുത്ത് വരുന്നത് നല്ലൊരു പേസ്റ്റൽ പീച്ച് കളർ ആട്ടോ. പേസ്റ്റലിൻ്റെ തന്നെ ഡാർക്ക് ടോൺ. നോർമൽ വരുന്നേക്കാളും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതും മൊത്തത്തിൽ സെയിം ഡിസൈൻ തന്നെയാട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് നോർമൽ ഓർഗൻസി ഇതുമൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു റേറ്റ് ഡിഫറൻസ്. അത്യാവശ്യം മീറ്ററിന് തന്നെ നല്ല റേറ്റുള്ള ഐറ്റമാണിത്. പിന്നെ അതിൻ്റെ ഒരു ആപ്ലിക് വർക്കിൻ്റെ ഫിനിഷിങ്ങും അങ്ങനെ മൊത്തത്തിലാണ് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ. ബോട്ടം സെയിം കളർ തന്നെയാണ്. പിന്നെ നമ്പർ വരുന്നത് U491, റേറ്റ് 1690. ഇതിലെ ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ആഷ് ആൻഡ് പീച്ചിൻ്റെ കോമ്പിനേഷൻ ആട്ടോ. ഈ കളർ കോമ്പിനേഷൻ എപ്പോഴും നല്ല ഹിറ്റാണ്. നമുക്ക് കൂടിയതിൻ്റെ അകത്തൊക്കെ എപ്പോഴും വരാറുള്ളൂ. നമുക്ക് ടെസറിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മൂവ് ആവുന്ന ഒരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇത് ആ ഓർഗൻസയിൽ, അതായത് ഇങ്ങനത്തെ ടൈപ്പ് കൂടിയ ഫാബ്രിക്കിലെല്ലാം ഇങ്ങനത്തെ കോമ്പിനേഷൻസ് എപ്പോഴും വരുന്നതാണ്. ഒരു കാണുമ്പോൾ തന്നെ ഒരു നല്ല ലുക്ക് തോന്നിക്കുന്ന കളേഴ്സാണ് ഇതൊക്കെ. ഇതിൻ്റെ സെയിം തന്നെ ആ ഒരു ആഷ് പീച്ചിൻ്റെ കോമ്പിനേഷനുള്ള വർക്കാണ് ദുപ്പട്ടയിൽ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ബോട്ടം സെയിം കളർ സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ. നമ്പർ U490, റേറ്റ് 1690 1690.